ശ്രീജിത്ത്, ഇപ്പോൾ ഇതിനോടകം തന്നെ KSU DGPക്ക് പരാതി നൽകിക്കഴിഞ്ഞു. ഇനി കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എന്താണ് നടപടിയായി കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാകില്ലേ? അദ്ദേഹം മന്ത്രിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായും അനുജ, ഇക്കാര്യത്തിൽ സർക്കാർ പ്രതികരിക്കേണ്ട നിലയിലേക്ക് അല്ലെങ്കിൽ നടപടി സ്വീകരിക്കേണ്ട നിലയിലേക്ക്, ആ നിർബന്ധിത സാഹചര്യത്തിലേക്ക് മാറുകയാണ്. കാരണം ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളോ മറ്റാരെങ്കിലുമോ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പൊതുജന മധ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഏത് നിയമ സംവിധാനത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കിയാലെങ്കിലും അവർ ഉന്നയിച്ച പരാതിയിൽ ഒരു ക്രിമിനൽ ഒഫൻസിൻ്റെതായ കാര്യങ്ങളുണ്ട്. മാത്രമല്ല അത്തരം കാര്യങ്ങളിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ കാര്യം, പോലീസിൻ്റെ സഹായം തേടിയിട്ട് ആ പോലീസ് സത്വരമായി ഇടപെട്ടിട്ടില്ല, നടപടിയെടുത്തിട്ടില്ല, മൊഴി പോലും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ പോലും കൂട്ടാക്കാതെ പോലീസ് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു തുടങ്ങിയ ആക്ഷേപങ്ങൾ വരുമ്പോൾ സർക്കാരിന് തീർച്ചയായും നടപടിയെടുക്കേണ്ടി വരും, പ്രതികരിക്കേണ്ടി വരും. മാത്രമല്ല നേരത്തെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് സോളാർ കാലത്തൊക്കെ ഉണ്ടായ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും കർശനമായ സമീപനം സ്വീകരിച്ചിരുന്നവരാണ് അന്നത്തെ LDF. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ സമീപനം സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഒരു കാലത്ത് രാഷ്ട്രീയമായി വിമർശിച്ച വിഷയങ്ങൾ തങ്ങളുടെ കാലത്ത് ഏതാണ്ട് സമാനമായി തന്നെ ആവർത്തിക്കുമ്പോൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യമാണ് LDFനും സർക്കാരിനും നേരെ ഉയർന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഈ കാര്യങ്ങളെ കാണുകയല്ല, മറിച്ച് ഭരണപരമായ നിയമപരമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്നു. അതിനുള്ള മറുപടി എപ്പോഴാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അറിയാനുള്ളത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്, അദ്ദേഹത്തിന് വൈകുന്നേരം ചില പൊതുപരിപാടികളുണ്ട്. എങ്കിൽ പോലും പോലീസ് അടക്കമുള്ളവരുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു പരാതിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ബിന്ദു മേനോൻ ഇതുവരെ അത്തരമൊരു പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ല. നേരത്തെ ഷാരിഖ് നവാസ് റിപ്പോർട്ട് ചെയ്തപോലെ അവർ നിയമപരമായി നീങ്ങുമോ ഇല്ലയോ എന്ന കാര്യമുണ്ട്. എങ്കിൽ പോലും ആ പരാതി ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് മന്ത്രിയുടെ ഭാര്യ ഇത്തരമൊരു പരാതി പരസ്യമായി മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി എന്താണ് സർക്കാർ ചെയ്യുന്നത്, എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സ്വീകരിച്ച നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊക്കെ ഇപ്പോൾ സർക്കാരിനെ തിരിഞ്ഞു കൊത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് നടപടിയെടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അത് ഏറ്റവും അനിവാര്യമായ ഒന്നായി മാറുകയും ചെയ്യുന്നു. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.